ഇത് ഈ പടം കൺസീവ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ചില കൃത്യമായ മുഖങ്ങളുണ്ട്. ഈ പടം ത്തിൽ ഇന്ന ആള് ജയിക്കാരായിരിക്കണം, അല്ലെങ്കിൽ സുരയോ അല്ലെങ്കിൽ അരുണും വരുണൊക്കെ ആരായിരിക്കണം, അപ്പു ആരായിരിക്കണം എന്നൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട്. കാര്യം പല ഒറിജിനൽ ചില ആൾക്കാരുടെയൊക്കെ ഇൻഫ്ലുവൻസുള്ള, ഐ മീൻ നോട്ട് കാരിക്കേച്ചേഴ്സ് ബട്ട് ചില കഥാപാത്രങ്ങളുടെ ഒരു രൂപവും സാദൃശ്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ നാച്ചുറലി നമ്മളൊരു കാസ്റ്റിംഗ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വി ഹാവൻറ്റ് എവർ റൂൾഡ് ഔട്ട് യൂസിങ് കീ ആയിട്ടുള്ള ഒരു 2-3 പേരെ നമുക്ക് അത്യാവശ്യം സിനിമ ആങ്കർ ചെയ്യാൻ പാകത്തിലുള്ള ആൾക്കാരെ നോക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചിട്ടില്ല എന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, നമ്മുടെ പടത്തിൽ പൂർണ്ണമായ സമയം നമ്മളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ടൈപ്പായിട്ടുള്ള ചെറുപ്പക്കാരാണെങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ എന്നുണ്ടായിരുന്നു. ഇപ്പം ഇവരെല്ലാവരും നല്ല ആക്ടേഴ്സ് ഒരു പിടി ചെറുപ്പക്കാരിപ്പോൾ ഉണ്ടല്ലോ. പക്ഷേ അപ്പം അതിൽ ചിലരോട് നമ്മൾ സംസാരിച്ചു, അവരെല്ലാവരും ആ സമയത്ത് ബിസിയാണ്. എനിക്കൊന്ന് 2-3 പേരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വേറെ ടൈം ലൈനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരിക്കും, നമ്മളെ ടൈം ലൈനുമായിട്ട് അലൈൻഡ് ആവാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനിൽ അതുകൊണ്ട് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ അത് ഉപേക്ഷിച്ചു. നമ്മൾ ഓൾറെഡി ഈ പടം കൺസീവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഈ പരസ്യത്തിന് വേണ്ടി അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നൊരു ടീം എനിക്കുള്ളത് കൊണ്ട് നമുക്ക് ഓൾവേസ് യു വോണ്ടഡ് ഫ്രഷ് ഒരു ലുക്ക് വേണമെന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ട് നമ്മളിതിങ്ങനെ ഒരു സൈഡിൽ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി നമ്മൾ ഉപേക്ഷിച്ചതിന് ശേഷം അത് വളരെ സ്ട്രോങ് ആക്കുകയും കാസ്റ്റിംഗ് കോൾസ് വിടുകയും ഒരുപാട് ആൾക്കാരെ അപ്ലൈ ചെയ്യും. നമ്മളതിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും പല ഘട്ടങ്ങളിലായിട്ട് ടെസ്റ്റ് അല്ല, ഒരു 3 പേരാണ് ശരിക്കും ഇതിനകത്ത്. മനോജ് മോസസ്, പ്രേം ശങ്കർ, അതായത് ഷാജിയായിട്ട് അഭിനയിച്ച ആളും, പിന്നെ സുദീപ് ഡിക്കി എന്ന് പറഞ്ഞ കഥാപാത്രവും, പിന്നെ സിദ്ധുവും ഒരു പരിധി വരെ ഡാൻസ് ചെയ്യുന്നു, വരുണും അതായത് ഋഷിക്കും പക്ഷേ ഇവരൊക്കെ സിദ്ധുവും ഋഷിയും അത്ര അങ്ങോട്ട് ഡാൻസ് ഇതല്ല. മറ്റവർ രണ്ടും പ്രൊഫഷണലി അവർ ഡാൻസേഴ്സാണ്. മറ്റുള്ളവരെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കേണ്ടി വന്നു കാര്യം. പക്ഷെ മറ്റുള്ളവരെ നമ്മളെ എടുക്കാനുള്ള കാരണം അവരുടെ സ്പെസിഫിക് വേ ഓഫ് ബിഹേവിയർ, അവരാ കഥാപാത്രവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുമല്ലോ. ഇയാൾ കറക്റ്റായിരിക്കും, അവൻ്റെ ദ വേ അവനെ ക്യാരി ചെയ്യുന്നതും ദ വേ ഇത് ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ അത് നമ്മൾ പല ഘട്ടങ്ങളിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് അവർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വേണം. അപ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾ ഇതായിരുന്നു, അവന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യും, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ടോട്ടലി ഡാൻസ് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമുക്കിതിൽ വയ്ക്കാൻ പറ്റില്ല. ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്ന ആ സ്വഭാവമുള്ള കുറച്ച് പേര് ഉണ്ട് ബാക്കിയുള്ളവർ. അപ്പോൾ അവരെ നമ്മളെടുത്ത് ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശ്രീജിത്ത് അവരെ നമ്മളൊരു 3 മാസം ഒരു ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊഡക്ഷൻ ടൈമിൽ അല്ല, ബട്ട് ദേ വർ സ്റ്റേയിങ് ടുഗെദർ, ഓൾ ഓഫ് us were staying together. ട്രിവാൻഡ്രത്ത് തന്നെ LNCPയിൽ അവർക്ക് വേണ്ടി അത് ബുക്ക് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇവരവിടെ പ്രാക്ടീസ് ചെയ്യലും ആക്ടിങ്ങും അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരുന്നു.